ഹായ്. അതെ, ഇന്ന് നമ്മൾ കൊച്ചിയിൽ അമൃത ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണേ. ഇന്നെൻ്റെ ചെക്കപ്പ് ദിവസമായിരുന്നു. ദാണ്ട് ഈ നടന്നു പോകുന്ന എൻ്റെ നട്ടലിൻ്റെ സർജറി കഴിഞ്ഞിട്ട് 1 വർഷവും 4 മാസവും ആയിട്ടുണ്ട്. അപ്പം 3 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പം ചെക്കപ്പ് പറയുന്നത്. അമൃതയിൽ ഡോക്ടർ ഡാൽവിൻ തോമസ് സാറായിരുന്നു എൻ്റെ സർജറി ചെയ്തത്. എല്ലാ പ്രാവശ്യവും ഞാനും ഹസ്ബൻഡും ഒറ്റയ്ക്കാണ് ചെക്കപ്പിനൊക്കെ വരുന്നത്. ഇപ്രാവശ്യം മോനെയും മോളെയും കൂടെ കൂട്ടി. കാരണം വെക്കേഷനൊക്കെ അല്ലേ, അവർ നല്ലപ്പോഴാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ഇതുപോലെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കാണാൻ. ശ്രേയമോൾ ഓടി നടന്ന് എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കുമായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുവാണ്, അവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത്, എൻ്റെ സർജറിക്ക് മുമ്പ് ആദ്യമായിട്ട് വരുന്ന സമയത്ത് അണ്ണൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ നടന്നതെല്ലാം കാണുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഭയമായിരുന്നു മനസ്സിൽ. ഒന്നും അങ്ങോട്ട് ഒരു സന്തോഷമൊന്നും ഇല്ലാത്തൊരവസ്ഥ. കാരണം നട്ടലിൻ്റെ സർജറി എന്നൊക്കെ പറയുന്നത് പണ്ട് മുതലേ നമ്മൾ ഭയങ്കര ഒരു ഭയത്തോടെ കാണുന്നൊരു സംഭവമല്ലേ. അപ്പം അതിൻ്റെ ഒരു വിഷമം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഭയങ്കര പെയിൻഫുള്ളായിരുന്നു അപ്പോഴത്തെ എൻ്റെ അവസ്ഥ. സ്പോണ്ടിലോലിസ്ഥസിസ് എന്ന് പറയുന്ന ഒരു തരം ഡയഗ്നോസിസ് ആയിരുന്നു എനിക്ക്. കാരണം L4 L5 എന്ന് പറയുന്ന ഡിസ്ക് തെന്നി മാറുന്നൊരു തരം അവസ്ഥ. അപ്പം ആ സർജറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അന്ന് എടുത്തൊരു വീഡിയോ ആണിത് കേട്ടോ. കണ്ടില്ലേ, നടന്ന് തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ പിച്ച വെച്ച് നടക്കുവാണ്. ഇതേപോലെ 4 സ്ക്രൂ ഇട്ടിട്ടുണ്ട്, പെഡിക്കൽ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ എക്സ്റേ ഇമേജാണ്. അപ്പം കട്ട സപ്പോർട്ടുമായിട്ട് എല്ലാ ഹെൽപ്പും ചെയ്ത് എൻ്റെ അണ്ണനും എൻ്റെ മക്കളുമാരും അന്ന് മുതൽ ഇന്ന് വരെയും കൂടെയുണ്ട്. അപ്പം കുട്ടികളും കൂടെ വന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ കൊച്ചി ലുലു മാളിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ലപ്പോഴാണ് കൊച്ചി ലുലു മാളിൽ വരുന്നത്. ഒരുപാട് ഏരിയയൊക്കെ ഉള്ളത് ഭയങ്കര രസമാണ് കാണാൻ. എല്ലായിടവും ഒക്കെ ചുറ്റി നടന്ന് കണ്ടു. മുകളിൽ നിന്നൊന്നും ഒരു സാധനവും വാങ്ങിച്ചില്ല കേട്ടോ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന വിലയല്ല അവിടെ. പിന്നെ മുകളിലൊക്കെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു. കുഞ്ഞു സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് താഴെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള, വീട്ടിലോട്ട് ആവശ്യമുള്ള, അടുക്കളയിലോട്ട് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണേ. ടാറ്റാ.